പത്തരമാറ്റിലാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് അനി നീങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് കാണാനായിട്ട് കഴിയുക. അതായത് എല്ലാവരോടായിട്ട് അനി പറഞ്ഞ് നന്ദുവിനെ നേടാനായിട്ട് ഒരുങ്ങുന്നൊരു മുഹൂർത്തമാണ് കാണാൻ സാധിക്കുക. ആദർശേട്ടാ, അച്ഛ, അമ്മ, മുത്തശ്ശ, മുത്തശ്ശി, നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ എല്ലാ തീരുമാനത്തെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നന്ദുവിനെ അല്ലാതെ വേറൊരു ജീവിതമില്ല. നന്ദുവിനെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളാരും അതിന് എതിര് നിൽക്കരുത്, തടസ്സം നിൽക്കരുത്. നിങ്ങൾ ഒന്നായി നിന്നുകൊണ്ട് തന്നെ അത് നടത്തി തരണമെന്ന് അനി പറയുമ്പോൾ അങ്ങനെ ആദർശം നമ്മുടെ നയനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. വീണ്ടും പ്രശ്നം എൻ്റെ തലയിലാണല്ലോ, എൻ്റെ കുടുംബത്തിലേക്കാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത്. ഇവിടെ ജാനകിയാണെങ്കിൽ അത് നടക്കില്ല, അതും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയുമ്പോൾ നിനക്ക് അവന്തിക മോളെ കെട്ടിയാൽ എന്താ കുഴപ്പം, എന്നിട്ട് ആ മുടിയില്ലാത്തവളെ അവൾ ഒരിക്കലും വിവാഹം കഴിക്കേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി നീ നിർത്ത്, എൻ്റെ കൊച്ചുമോൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയുന്നു. നിനക്ക് നന്ദുവിനെയാണ് ഇഷ്ടമെങ്കിൽ ഇനി ആരും അതിനെതിരു നിൽക്കുന്നില്ല, നിനക്ക് നന്ദുവിനെ സ്വന്തമാക്കാവുന്നതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം അച്ഛൻ എന്തൊക്കെയായി പറഞ്ഞു കൊടുക്കുന്നേ, അതൊന്നും ശരിയല്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ മകൻ്റെ നല്ലതല്ലേ നീ ആഗ്രഹിക്കുന്നത് ജാനകി, അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. ഇഷ്ടമല്ലാത്ത ബന്ധം അവൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അവനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനിഷ്ടപ്പെട്ടത് അവൻ ചെയ്യട്ടെ എന്ന് പറയുന്നു. എന്തായാലും ഈ വിവാഹ നിശ്ചയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഇനി അർത്ഥവുമില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് ഓടുന്നു. അവിടെ നന്ദു വളരെയധികം വിഷമത്തിലാണ്. അനിയുടെ വിവാഹ നിശ്ചയം നടന്നു കാണും, ഇനി അനി തൻ്റെയല്ല, വീണ്ടും അനിയെ നഷ്ടമായി എന്ന സങ്കടത്തിൽ. ഇതേ സമയം ഓടിയെത്തിക്കൊണ്ട് നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനോട് ആ സന്തോഷ വാർത്ത പറയുകയാണ്, നീ ഇനി എൻ്റേതാണ്, ഞാനിനി നിൻ്റേതുമാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എന്നേക്കുമായി നമ്മൾ ഒന്നിക്കാൻ പോവുകയാണ് നന്ദു എന്ന് പറയുമ്പോൾ നന്ദു ആണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാർ.